ഭാരതം പലരുടെയും മനസ്സിലെ ആഗ്രഹം പോലെ ചിന്ന ഭിന്നമായി പോയത്. ഇപ്പൊ ചിലർക്ക് പറയാറുണ്ട് ഭാരതത്തിന് അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഭാരതം സനാതന രാഷ്ട്രമാണ്. അപ്പൊ അഫ്ഗാനിസ്ഥാൻ എന്താ പറ്റിയത്, പാകിസ്ഥാൻ എന്താ പറ്റിയത്, അല്ലെങ്കിൽ ബംഗ്ലാദേശ് എങ്ങനെ നമ്മളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ വന്നത്? അപ്പോ ഭാരതം എന്ന തത്വം നിലനിൽക്കുമായിരിക്കും, പക്ഷെ പ്രയോഗത്തിൽ ഭാരതം ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തോട് ഭാരതം കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് 925 നിങ്ങൾ സൂചിപ്പിച്ച ആ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന പ്രസ്ഥാനം മാത്രമാണ്. അദ്ദേഹത്തിന്റെ കൺമുമ്പിലാണ് ഇത് നടന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ അതിനെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു മഹാസംരംഭത്തിന് ഡോക്ടർ എഡ്വാർ സന്നദ്ധനായി മുന്നോട്ട് വന്നത്. അത് അദ്ദേഹം ഒരു തിയറി എന്നുള്ള നിലയ്ക്ക് പുസ്തകമായൊന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മനം നൊന്തു. പ്രത്യേകിച്ച് ഖിലാഫത്ത് പോലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. വംഗഭംഗ വിരുദ്ധ പ്രക്ഷോഭം, ബംഗാൾ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഒരു ബാലൻ എന്നുള്ള നിലയിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അന്ന് 16 വയസ്സേ ഉള്ളൂ, ബംഗാൾ വിഭജന വിരുദ്ധത. പക്ഷെ അതിൽ അദ്ദേഹം പങ്കെടുത്തില്ല. നാഗപ്പൂരിൽ വന്ദേമാതരം ചൊല്ലിക്കൊണ്ട് ബ്രിട്ടീഷ് ഇൻസ്പെക്ടറെ സ്കൂളിലെ ക്ലാസ്സിലേക്ക് സ്വീകരിച്ച ആളാണ് അദ്ദേഹം. അപ്പൊ അത് ആ പ്രക്ഷോഭം നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബംഗാൾ വിഭജന വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ, സ്വദേശി പ്രക്ഷോഭത്തിന്റെ അലയൊലികൾ നാഗപ്പൂരിലുണ്ടായിരുന്നു. നാഗപ്പൂരിലെ സ്കൂളിൽ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസം മുടങ്ങിയിട്ടുണ്ട്. അതും 5-16 വയസ്സുള്ളത്തെ കഥയായി പറയുന്നത്. അത് ചെയ്തിട്ടുള്ളതാണ് ഡോക്ടർ എഡ്വാർ. അപ്പൊ അങ്ങനെ ഈ സ്വത്വം ശക്തി പ്രാപിക്കുന്നതും ഭാരതം ഐക്യപ്പെട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി ജയിച്ചതിന്റെ ആഹ്ലാദം, അഭിമാനം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് കോൺഗ്രസ് വഴിവിട്ട വിധത്തിൽ ഈ സ്വത്വത്തെ ക്ഷീണിപ്പിക്കുന്നത്. ഈ ഹിന്ദുത്വ സനാതന ധർമ്മ കണ്ടന്റ് ഭാരതത്തിന്റെ അതിനെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യം വന്നു. ഇന്ന് ഇംഗ്ലീഷുകാരായിരിക്കാം,